ലോകത്തിലെ ഏറ്റവും അത്യാധുനികവും ചെലവേറിയതുമായ അഞ്ചാം തലമുറ യുദ്ധവിമാനം എന്ന അമേരിക്കയുടെ അഹങ്കാരത്തിനാണ് ഇറാന്റെ മണ്ണിൽ കനത്ത മുറിവേറ്റിരിക്കുന്നത്. ശത്രുക്കളുടെ റഡാറുകൾ വെട്ടിച്ച് പറക്കാനും അതീവ കൃത്യതയോടെ ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കാനും ശേഷിയുണ്ടെന്ന് അവകാശപ്പെടുന്ന F-35 വിമാനം ഇറാന്റെ ആക്രമണത്തിൽ തകർന്നുവെന്ന റിപ്പോർട്ടുകൾ പെന്റഗണിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഒരു വശത്ത് സൈനികമായ മേധാവിത്വം അവകാശപ്പെടുമ്പോഴും മറുവശത്ത് ഇറാന്റെ എണ്ണയ്ക്ക് മുന്നിൽ അമേരിക്കയ്ക്ക് മുട്ടുമടക്കേണ്ടി വരുന്നു എന്നതാണ് നിലവിലെ പശ്ചിമേഷ്യൻ സാഹചര്യം വ്യക്തമാക്കുന്നത്. വ്യാഴാഴ്ച പുലർച്ചെ കൃത്യം 2:50ഓടെയാണ് ലോകം ഉറ്റുനോക്കിയ നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. മധ്യ ഇറാന്റെ ആകാശത്ത് പെട്രോളിംഗ് നടത്തുകയായിരുന്ന അമേരിക്കൻ F-35 വിമാനത്തെ IRGC തങ്ങളുടെ അത്യാധുനിക പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ലക്ഷ്യം വെച്ചു. മിസൈൽ ആക്രമണമോ അതോ ചാവേർ ഡ്രോണുകളുടെ കൂട്ടമായ ആക്രമണമാണ് വിമാനത്തിന് വിനയായെന്ന് കരുതപ്പെടുന്നു. ആക്രമണത്തിൽ വിമാനത്തിന്റെ എഞ്ചിൻ ഭാഗത്തിന് തീ പിടിക്കുകയും നിയന്ത്രണം ഭാഗികമായി നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ പൈലറ്റിന്റെ അസാമാന്യമായ മനസാന്നിധ്യം കൊണ്ട് വിമാനം പൂർണ്ണമായും തകരുന്നതിന് മുൻപ് ഒരു അടിയന്തര ലാൻഡിംഗ് നടത്താൻ സാധിച്ചു. പൈലറ്റ് അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും ഏകദേശം $100 മില്യൺ അതായത് ഏകദേശം 800 കോടിയിലധികം രൂപ വിലമതിക്കുന്ന ഈ സാങ്കേതിക വിസ്മയം ഇപ്പോൾ ഉപയോഗശൂന്യമായ നിലയിലാണ്. അമേരിക്കൻ വ്യോമസേനയുടെ നട്ടലായി കരുതപ്പെടുന്ന ഒരു വിമാനം ഇറാന്റെ മണ്ണിൽ ഇത്തരത്തിൽ വീണത് ആഗോളതലത്തിൽ അമേരിക്കയുടെ സൈനിക പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചു. വിമാനം ആക്രമിക്കപ്പെടുന്നതിന്റെയും തീ പിടിച്ച് താഴേക്ക് വരുന്നതിന്റെയും ദൃശ്യങ്ങൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് പുറത്തുവിട്ടു. തങ്ങളുടെ ആകാശസീമ ലംഘിക്കുന്ന ഏത് അത്യാധുനിക യന്ത്രത്തെയും തീർക്കാൻ തങ്ങൾ പ്രാപ്തമാണെന്ന് ഇറാൻ ഇതിലൂടെ തെളിയിച്ചു.